അജ്മലാണ്ടോ ദുബായിൽ നിന്നാണ്. ഞാൻ ഒരു കാര്യം കാണിച്ചിട്ടാട്ടോ. ഇത് കണ്ടോ, ഇത് യു എയിലുള്ള 500 ദിർഹത്തിൻ്റെ നോട്ടാണ്. ഇവിടെ ഇന്ത്യൻ മൂല്യം ഏകദേശം ഒരു 12,500 രൂപ വരും. ഇതല്ല കേട്ടോ, വേറൊരു നോട്ട് കൂടി ഉണ്ട്, 1000 ദിർഹത്തിൻ്റെ നോട്ട്. അത് ഏകദേശം 25,000 രൂപയുടെ മുകളിൽ വരും അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ഇതിലൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓർക്കുന്നുണ്ടോ കുറച്ച് കാലം മുമ്പ് നമ്മുടെ വിശ്വഗുരു നമ്മുടെ നാട്ടിലെ നോട്ട് നിരോധിച്ചത്? അന്ന് നമ്മുടെ നാട്ടിൽ നിരോധിച്ചത് 500ഉം 1000ഉം മൂല്യമുള്ള 2 നോട്ടുകളാണ്. കള്ളപ്പണമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ തലയ്ക്കകത്ത് മൂളയുള്ള ആർക്കും മനസ്സിലാവും അത് സംഭവം അതൊന്നും അല്ലായിരുന്നു എന്നുള്ള കാര്യം. ഒക്കെ ആവട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. സത്യത്തിൽ ഇവിടെ വന്ന് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നണം. ശരി, കള്ളപ്പണമൊക്കെ ഒളിപ്പിക്കുന്ന കാര്യത്തിലൊന്നും കറൻസിക്കൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഡെവലപ്പായിട്ടുള്ള കൺട്രീസൊന്നും ഇങ്ങനത്തെ കറൻസികൾ ഇറക്കിയില്ലല്ലോ. അതിനൊക്കെ വേണ്ടത് ശക്തമായിട്ടുള്ള നിയമങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 കോടി രൂപയൊക്കെ ആക്കാനായിട്ടേ ഒരു 1-2 കെട്ട് നോട്ട് മതി. എന്തായാലും ഇതുപോലത്തെ ഒരു സംഭവം കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ, സീ യു, സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി.